Okay, architecture of 1885. ആർക്കിടെക്ചർ 2-3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് പോർഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താണ് മൈക്രോ പ്രൊസസ്സർ എന്നും അതിൻ്റെ ആർക്കിടെക്ചറും മാത്രമാണ്. ഓക്കെ, എന്താണ് ഒരു മൈക്രോ പ്രൊസസ്സർ? A microprocessor is a multi-purpose programmable logic device that reads binary instruction from a storage device called memory, accepts binary data as input, and processes data according to these instructions and provides result as output. അപ്പോൾ എന്താണ് മൈക്രോ പ്രൊസസ്സർ എന്നാണ് പറയുന്നത്? മൈക്രോപ്രൊസസ്സർ എന്താണ്? പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആണെന്ന് പറയും. ഈ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ഏത് ഡാറ്റേനെയാണ് ഇൻപുട്ടായി ആക്സെപ്റ്റ് ചെയ്യുന്നത്? ബൈനറി ഡാറ്റേനെ ഇൻപുട്ടായി ആക്സെപ്റ്റ് ചെയ്തിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ബൈനറി ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആണ് ഏത്? മൈക്രോ പ്രൊസസ്സർ. ഓക്കെ, സോ മൈക്രോ പ്രൊസസ്സർ എന്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ? ബിറ്റ്സിലാണ്. ബിറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ബൈനറി നമ്പേഴ്സ് ആണ്. ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0s and 1s ആണ് ബൈനറി നമ്പർ, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ്, എന്താണ് മെഷീൻ ലാംഗ്വേജ്? ഈച്ച് മൈക്രോ പ്രൊസസ്സർ ഹാസ് എ fixed set of instruction in the form of binary patterns called machine language. ഓരോ മൈക്രോ പ്രൊസസ്സറിനും അതിൻ്റേതായ ബൈനറി പാറ്റേണിൻ്റെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ബൈനറി പാറ്റേൺ പറഞ്ഞാൽ എന്താണ്? 0സിലും 1സിലുമുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനിലെ എല്ലാ ബൈനറി നമ്പറും പഠിച്ച് ഒരു മൈക്രോ പ്രൊസസ്സറിന് ഒരു യൂസർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഹ്യൂമൻ ബീയിങ്സിന് ഇത്രയും കോമ്പിനേഷൻസ് പഠിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടീഡിയസ് ടാസ്ക്കാണ്. സോ എന്ത് ചെയ്യണു? ഈ മൈക്രോ പ്രൊസസ്സറിൽ ഓരോ മൈക്രോ പ്രൊസസ്സറിനും ഈ ഓരോ ബൈനറി ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംബോളിക് കോഡ് ഡിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കോഡ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂമോണിക്സ്. ഈച്ച് മാനുഫാക്ചർ ഓഫ് മൈക്രോപ്രൊസസ്സർ ഹാസ് ഡിവൈസ്ഡ് എ സിംബോളിക് കോഡ് ഫോർ ഈച്ച് ഇൻസ്ട്രക്ഷൻ കോൾഡ് ന്യൂമോണിക്സ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂമോണിക്സ് ഓരോ മൈക്രോപ്രൊസസ്സറിനും പ്രത്യേകമായിട്ടുള്ളതാണ്. അതായത് ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ ന്യൂമോണിക്സ് വേറൊരു മൈക്രോ പ്രൊസസ്സറിന് കോമ്പാക്റ്റബിൾ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ മൈക്രോ പ്രൊസസ്സറിനും ഒരു സെറ്റ് ഓഫ് സിംബോളിക് കോഡ്സ് ഉണ്ട്, അതായത് ന്യൂമോണിക്സ് ഉണ്ട്. ആ ന്യൂമോണിക്സിൻ്റെ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദി കംപ്ലീറ്റ് സെറ്റ് ഓഫ് ന്യൂമോണിക്സ് ഈസ് കോൾഡ് ദി അസംബ്ലി ലാംഗ്വേജ് ഫോർ എ ഗിവൺ പ്രൊസസ്സർ. ഓക്കെ, ഒരു മൈക്രോ പ്രൊസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ, ഈ കാണുന്ന ഫിഗർ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെയാണ് ഷോ ചെയ്യുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്തൊക്കെയുണ്ട്? ഒരു മൈക്രോ പ്രൊസസ്സർ ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഇതിൻ്റെ മെമ്മറീസ് ഉണ്ട്, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ മൈക്രോ പ്രൊസസ്സർ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ടാസ്ക് ആർക്ക് ചെയ്യേണ്ടതായി വരും? മൈക്രോ പ്രൊസസ്സറിന് ചെയ്യേണ്ടതായി വരും. ഈ മൈക്രോ പ്രൊസസ്സർ ചെയ്യുന്ന ടാസ്കിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോ പ്രൊസസ്സറിനെ 3 സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതാണ് ഇതിൽ കാണിച്ചത് ALU. ALU പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ ആൻഡ് കൺട്രോൾ യൂണിറ്റ്. എന്താണ് ALUവിൻ്റെ ഫങ്ഷൻ എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും.
ഒരുവിധമുള്ള എല്ലാ കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ആരാണ്? ALU ആണ്. വേരിയസ് കമ്പ്യൂട്ടിംഗ് ഫങ്ഷൻസ് ആർ പെർഫോംഡ്. നെക്സ്റ്റ് രജിസ്റ്റർ അറേ. എന്തായിരിക്കും രജിസ്റ്റർ അറേ? എ ഗ്രൂപ്പ് ഓഫ് രജിസ്റ്റേഴ്സ്. അതായത് മൈക്രോ പ്രൊസസ്സറിലുള്ള ഈ രജിസ്റ്റേഴ്സുള്ള ഏരിയയാണ് നമ്മൾ എന്തായി റെപ്രസെൻറ്റ് ചെയ്യുന്നത്? രജിസ്റ്റർ അറേ എന്ന് പറയുന്നത്. എന്തിനായിരിക്കും രജിസ്റ്റർ അറേ യൂസ് ചെയ്യുന്നത്? എക്സിക്യൂഷൻ ടൈമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും രജിസ്റ്റർ അറേ യൂസ് ചെയ്യുന്നത്. ഇതിൽ ചില രജിസ്റ്റേഴ്സ് യൂസേഴ്സിന് ആക്സസിബിൾ ആയിരിക്കും, ബാക്കിയുള്ളവ അല്ലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ യൂണിറ്റ്. എന്താണ് കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ? ഓപ്പറേഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാം അല്ലേ? എല്ലാ പരിപാടിയെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ എന്തായിരിക്കും കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദി നെസസറി ആൻഡ് കൺട്രോൾസ് necessary timing and control signals to all operations in the MUPI. MUPIയിലെ ഓപ്പറേഷൻസിന് ആവശ്യമായ ടൈമിങ്ങും സിങ്ക്രണൈസേഷൻ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ്. അതായത് എപ്പോഴാണ് ഏത് സിഗ്നലാണ് പാസ് ചെയ്യേണ്ടത് അത് ഡിസൈഡ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അടുത്തതായി കാണാൻ പറ്റുന്നത് ഒരു മെമ്മറിയാണ്. മെമ്മറി പറഞ്ഞാൽ എന്തായിരിക്കും? മെമ്മറിയുടെ പർപ്പസ് എന്താ? ഡ്യൂട്ടി എന്താ? ഇറ്റ് സ്റ്റോർസ് ബൈനറി ഇൻഫർമേഷൻ. ഇതിൽ തന്നെ മെമ്മറിക്ക് രണ്ട് പാർട്ടുണ്ട്. ഒരു റീഡ് ഓൺലി മെമ്മറി പാർട്ടുണ്ട്, ഒരു റീഡ് റൈറ്റ് മെമ്മറി പാർട്ടുണ്ട്. റീഡ് ഓൺലി മെമ്മറി പാർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ പ്രോഗ്രാംസ് വിച്ച് ഡു നോട്ട് നീഡ് ഓൾട്ടറേഷൻ. ചേഞ്ച് വരാതിരിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായി വരാത്ത പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാനാണ് റീഡ് ഓൺലി മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത്. റീഡ് റൈറ്റ് മെമ്മറി ഓർ റാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ യൂസർ പ്രോഗ്രാം ആൻഡ് ഡാറ്റ. ഇതിന് വേറൊരു പേര് കൂടി പറയും, യൂസർ മെമ്മറി. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് നിങ്ങൾക്ക് അറിയാം എന്താണ്? മ്യൂപ്പിക്ക് എക്സ്റ്റേണൽ വേൾഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസസ് ആണ് IO ഡിവൈസസ്. IO ഡിവൈസസ് ഇസ് അതർവൈസ് നോൺ ആസ് പെരിഫറൽ ഡിവൈസ്. ഇനി ഇതെല്ലാം തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പാത്താണ് ആര്? സിസ്റ്റം ബസ്. System bus that is a communication path between the microprocessor and memory, or between the microprocessor and the peripheral device. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പാത്ത് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് കണക്ഷൻ വയേഴ്സ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് കണക്ഷൻ വയേഴ്സിനെയാണ് നമ്മൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? സിസ്റ്റം ബസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, Okay, next microprocessor architecture and its operations. അപ്പോൾ ഫസ്റ്റ് what is meant by മൈക്രോപ്രൊസസ്സറിൻ്റെ ഇൻറ്റേർണൽ ലോജിക് ഡിസൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഒരു മൈക്രോപ്രൊസസ്സറിൽ എന്ത് പറഞ്ഞു? ദാറ്റ് ഈസ് എ പ്രോഗ്രാമബിൾ ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന അത് ആക്സസ് ചെയ്യുന്ന ബൈനറി ഡാറ്റേനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത കുറേ ബൈനറി ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് പ്രോസസ്സിങ് നടത്തിയിട്ടാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബൈനറി ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വേണം? അതിനുള്ള ലോജിക് ഡിസൈൻ മൈക്രോപ്രൊസസ്സറിൽ ഉണ്ടായിരിക്കും. ആ ലോജിക് ഡിസൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്. The microprocessor has a set of instructions designed internally to manipulate data and communicate with peripherals. This process of data manipulation and communication is determined by the logic design of the MUPI called its architecture. Okay, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഈ മൈക്രോപ്രൊസസ്സറിൻ്റെ ഫങ്ഷൻസ്.
പ്രോസസ്സറിന് കുറേ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. ആ ഓപ്പറേഷൻസിനെ 3ആയി കാറ്റഗറൈസ് ചെയ്ത് ഏതൊക്കെയെന്ന് നോക്കാം. മൈക്രോ പ്രോസസ്സർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ്, ഇന്റേണൽ ഡാറ്റ ഓപ്പറേഷൻസ്, പെരിഫറൽ ഓർ എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ്. ഇനി നമുക്ക് ഇതിലത്തെ ഓരോ ഓപ്പറേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ആർക്കിടെക്ചറിൻ്റെ ഫങ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ട് 2ലും പാർട്ട് 3ലും ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.